ഒലക്കേറ്റ് അതിന്റെ മുഖത്തിന് പോയി 4 കുത്തു കൊടുക്ക. അപ്പോഴ് കഴിച്ചുല്ലേ? പിറ്റത്തെ കൊല്ലം കഴിച്ചു. അപ്പൊ രണ്ടാളൊരു കണ്ടന്റ് ആക്കാതെ ഞാൻ ആറ്റ് തോറ്റൊരു കണ്ടന്റ് ആയിട്ട് വന്നില്ല. അതിന് മുന്നേ എന്നോട് പറഞ്ഞേ ഷപ്ന ഇജ് കണ്ടുപിടിച്ചൊരു കണ്ടന്റ് എന്ന് പറഞ്ഞ ഞമ്മക്ക് എങ്ങനെ ഉണ്ട് നോക്കാനാണ് പറഞ്ഞപ്പോ ഓക്കെ ഞങ്ങൾക്ക് കിട്ടിയ പറയുന്നേ. അവിടെ നിക്കാൻ വരാനോ? അന്നെ കൊല്ലാനാണ്. അസ്സലാമു അലൈക്കും. നമ്മളെ ഫസൽ ഫാമിലിയത്തെ വല്യമ്മയൊക്കെ ഇതാ വരുന്നു. വീഡിയോ എടുക്കാതിരുത്താ കേറി ഞാൻ ഇപ്പൊ വരിക. ബാ എന്താ അവിടെ എന്തൊരു താല്പര്യമില്ലാത്ത ബാ കടന്നു വരൂ. വീഡിയോ എടുക്കേരി തുറന്ന് ഉറക്ക വിരാന്ത അതാണ് ആ മുടിയൊക്കെ തീച്ചത്. മറ്റോല് വണ്ടി കേടെന്ന് പറഞ്ഞേ ഞാൻ വിളിച്ചപ്പോ എന്നിട്ട് കേടെന്നാണ് പറഞ്ഞു. എന്നിട്ട് എന്താട്ടിയേ? ആര് അതങ്ങനെ പോയേ? മേലെ എല്ലാരും വന്നീനി. ഞാൻ എപ്പോഴോ വരിക? ആ അപ്പൊ ടൈമുണ്ട്. എന്നാ വാ ഞങ്ങൾക്ക് വെറുതെ രാത്രി ടയർ മാറ്റിയല്ലേ. അപ്പൊ എങ്ങനെയുണ്ട് നോക്കാൻ വേണ്ടിട്ട് പോയിക്ക് ഒരു 4 വട്ടം പോയിക്കണ് വെറുതെ. അപ്പൊ തന്നെ ടയർ തേഞ്ഞു. കഴിഞ്ഞിട്ട് പിന്നെ വൈകുന്നേരം അങ്ങോട്ടും വന്നു. ഇത് ഇന്നലെ ഇങ്ങനെ പോന്ന് കഴിഞ്ഞിട്ട് പിന്നെ പെരി പോയിട്ട് പിന്നെ നട്ടപ്പാതിരക്ക് പിന്നെ വെറുതെ അങ്ങനെ പോയിക്കണേ. ആ അങ്ങനെ ഉണ്ടായി. 50 രൂപ അടിച്ചിട്ടാണ് അത്രയും പോയത്. അപ്പൊ അവ പറഞ്ഞിട്ട് കാര്യമില്ല. 50 രൂപയ്ക്ക് ആക്കി തന്നെ ഉണ്ടാവുള്ളൂ. ആ വണ്ടി കൊടുക്കണ്ടാവും. മൈലേജ് എല്ലാം ഉണ്ടല്ലോ. 50 രൂപയ്ക്ക് അടിച്ചിട്ട് അങ്ങനെ പോയി. 200 അവിടുന്ന് ഇടക്കരുന്ന് അല്ല തോന അടിച്ചാലും പറ്റില്ല. അടിയിൽ മേലാ തുരുമ്പുണ്ടാവും. പിന്നെ മിക്സ് ആയാലും അടങ്ങാറാണ്. അങ്ങനെ അങ്ങനെ ഒരിക്കലും മിസ്സാവൂല വലുത്തുന്ന്. അതല്ലടി എന്തേ അവിടെ കുത്തിരുന്നേന് ഓൽമെന്റ് വെച്ച് പിന്നെ അങ്ങനെ പൊടിയ സാധാ പൊടിയൊക്കെ അങ്ങനെ അയ്യാണ്ട് ഉണങ്ങിക്കണേ. ആ പഞ്ഞോ മുറി എന്തോ ആയതാണ് പഞ്ഞിന്റെ അല്ല മുറി ഇതുകൊണ്ട് അങ്ങനെയാണേ. എന്നിട്ട് അന്റെ അമ്മ വന്നിട്ട് പറയും മാന്താണ് അറിയും. അതിനിങ്ങനെ ടൈം എടുത്ത് ഇങ്ങനെ പൊടിഞ്ഞു ഫോട്ടോയില് തുണി എടുത്തിട്ട് നല്ല മുറിയ അല്ല പേന്റ് പോയിക്കണ പേന്റ് കീറിയോണ്ട് ഭാഗ്യം. അപ്പൊ എന്താ ഞങ്ങള് ചീട്ടാണ് എന്താ നമ്മള് നമുക്ക് വരാല്ലാണ്ട് വരും. ഇനി അതിനെ കൊറേ ചീത്താറോ എല്ലാം കിട്ടും. ഇത് നമ്മളെ വണ്ടി അട്ടിയില് വരെയാണ് കേട്ടാ പാവം പറ്റിയില്ലല്ലോ ചുവേടി ഇച്ച മുറിയായില്ല ചുവേടി കരഞ്ഞ മനസ്സ് വെള്ളം എനിക്ക് വേണ്ട ചടങ്ങില്ല. വെല്ലുമീൻ കറിയണ അല്ല മോന്റെ പാട്ടില് കണ്ട നബീല അങ്ങനെ നബീല കാണ്ടാക്കി കമന്റ് ചെയ്യ പാവ പിന്നെ നമ്മളെങ്ങനെ ചേട്ടൊക്കെ മുട്ടൊക്കെ ചീത്താറെ അന്നൊക്കെ പറയും. വരുമ്പോ അനുവിന്റെ പേരിന്റെ ഓൺലൈനാ രണ്ടും നോക്കാ നഴ്സറിയിലാ 500. ഇത് ക്രെഡിറ്റ് കാർഡിന്റെ ഇതില് ഇതുണ്ട് ഗിഫ്റ്റ് പർച്ചേസ് ഗിഫ്റ്റ് കിട്ടൂലോ. അപ്പൊ അത് അങ്ങനെ എന്നിട്ട് ഇച്ചൊന്നും പർച്ചേസ് ചെയ്തില്ലല്ലോ. ഗിഫ്റ്റ് ഒക്കെ ശരിക്കും ആർക്കാ കൊടുക്കാൻ പെണ്ണുങ്ങൾക്ക് കൊടുക്കാം. ദിയാന്റെ കുപ്പിയാണേ അതിലുണ്ടാന്ന് മാറ്റ കച്ചവടാണ്. ഇനി ഇപ്പൊ നാളെ വേറെ പെരിയിലെ കാലം എന്നിട്ട് ഏതെങ്കിലും കപ്പിനെ വാങ്ങിക്കൊണ്ടുവരും. അങ്ങനെയൊക്കെയാണ്. ഓരോ കൂട്ടുകാരന്മാര് ഒന്നിനെ കൊടുത്ത ഒന്നിനെ കടം കൊടുക്കും. എക്സ്ചേഞ്ച് ആണ്. അല്ലെങ്കിൽ തീറ്റ ഒരു മീനെ കൊടുത്ത് തീറ്റ അങ്ങ് മാറ്റ കച്ചവടക്കാരൻ
എന്നിട്ട് കണ്ടന്റ് എടുത്ത് കഴിഞ്ഞോ? കണ്ടെടുക്കാനല്ലോ ആ ഇന്നലെ എടുത്തപ്പോ ഇന്നലെ എടുത്തോ? ഇന്നലെ എന്തെങ്കിലും ലോങ് ഇടായി? നിങ്ങൾ കൊറേ ആയിട്ട് ലോങ് ഇടില്ല കേട്ടോ. ഇന്നലെ അവിടെ എത്തിയപ്പോ എത്ര മണിയായി? എവിടെ എത്തിയപ്പോ? പെരിയിലെത്തിയപ്പോഴോ? പെരിന്ന് 5:30 അവിടുന്ന് പോയേ? 5:30 6 മണിക്ക്. അവിടുന്ന് ആ ബാങ്ക് കൊടുത്ത് പറഞ്ഞില്ലേ, അവിടെ നേരെ പോയി പിന്നെ ഇവിടെ പോയി ചായ അടിച്ചു. എന്താ ചായ അടിച്ച് അത് കഴിഞ്ഞാണ്ട് പിന്നെ പെരിയിലെത്തിയപ്പോ 7:00 പിന്നെ അവിടുന്ന് 1 മണിക്കൂർ എഡിറ്റ് ചെയ്ത് അങ്ങനെ കട്ട് ചെയ്ത് ഇതാക്കിയാണ്ട് പിന്നെ ഇതാക്കിയപ്പോ ടൈം പോയി. 10 മണിയായി അപ്ലോഡിങ് ഒക്കെ കഴിഞ്ഞപ്പോ. ഇവിടെ മലന്ന് കടന്ന് റീലാണ് ഇപ്പൊ ഇവിടെ കുത്തിരിക്കുന്നുണ്ട്. മോന്റെ വീഡിയോ ആണ് മോണ്ടാ സൗണ്ട് സ്ലോ. എന്റെ വാപ്പയൊന്നും ചോറ് കൂട്ടാനൊക്കെ ഇത് വന്ന കാര്യം എന്താ പറഞ്ഞു. വന്ന കാര്യം എന്താ അന്റെ വാപ്പയോടെ ഒന്ന് ചോറും കൂട്ടാനും ഉണ്ടാക്കല്. വാപ്പനോടൊന്ന് ചോറും കൂട്ടാനുണ്ടാക്കല്. ഈ സോപ്പ് ഇടാതെ വന്ന കാര്യം എന്താ വെച്ചാ പറയാ. അതാണ് കേട്ടോ ഡയലോഗ്. അന്റെ വാപ്പ ഇവിടെ ഒന്ന് ചോറും കൂട്ടാനും ഉണ്ടാക്കലേ. ഇജ് വന്ന കാര്യം, ഇജ് സോപ്പ് ഇടാതെ വന്ന കാര്യം പറ. സോപ്പ് ഇടാതെ വന്ന കാര്യം പറ. ചൂടായിട്ടാണ് പറയേണ്ടത്. എന്റെ വാപ്പയൊന്നും ചോറും കൂട്ടാനുണ്ടാക്കല്. ഇജ് വന്ന കാര്യം പറയണ. സോപ്പ് ഇടാതെ ഇജ് വന്ന കാര്യം പറ. സോപ്പ് ഇടാതെ വന്ന കാര്യം പറ. ഇടക്കിടക്ക് കൂട്ടല്ലോ പറയട്ടെ. ഓലൊന്നും നോക്കൂലേ. അതാണേ ഉമ്മമാരെ കുഴപ്പമൊന്നുമല്ല. ചൂടായിട്ട് എന്റെ വാപ്പയൊന്നും ചോറും കൂട്ടാനുണ്ടാക്കല്. ഇജ് വന്നെന്താ അതും പോയി. എന്റെ വാപ്പ ഇവിടെ ഒന്ന് ചോറും കൂട്ടാനും ഉണ്ടാക്കല്ലേ. ഇജ് സോപ്പ് ഇടാതെ വന്ന കാര്യം പറയും. കൂടുതൽ സോപ്പ് ഇടാതെ വന്ന കാര്യം എന്താ പറ. അടുത്തിലൂടിച്ച റെഡി 1 2 3. എന്റെ വാപ്പയൊന്നും ചോറും കൂട്ടാനുണ്ടാക്കല്. എന്റെ വാപ്പയാണ് ഇവിടെ നിന്ന് ചോറും കൂട്ടാനുണ്ടാക്കല്. ഇജ് കൂടുതൽ സോപ്പ് ഇടാതെ വന്ന കാര്യം എന്താ പറ. തിജ്ജാത്തി ഞാൻ പറഞ്ഞു. ചൂടായിട്ട് കേട്ടോ. എന്റെ വാപ്പയൊന്നും ചോറും കൂട്ടാനുണ്ടാക്കല്. ഇജ് വന്ന കാര്യം പറഞ്ഞാണ്ട് നീ ചോദിക്കാ. കൂടുതൽ സോപ്പിടാതെ വന്ന കാര്യം എന്താ പറ. ഇജ്ജ് കൂടുതൽ സോപ്പിടാതെ, അതാണ് അടുത്ത വാക്ക് കേട്ടോ. അതിന് കൂട്ടിയെടുക്കാൻ പറ്റുമോ? അതിന് കൂട്ടിയെടുക്ക മുന്നേ കുറച്ചെടുക്കും മുന്നേ. ഇട്ടോക്കാ കട്ടുണ്ട് വിചാരിച്ചിട്ടിപ്പോ ഇജ്ജ് കുടിച്ചില്ല അത്. അവന്റെ പല്ലേക്ക് അതിന് പോയപ്പോ നല്ല മധുരണ്ട്. നല്ല പറഞ്ഞ പാകത്തിന് അസുഖാണ്. അതൊക്കെ തിന്നാൻ വരുമ്പോ കുറ്റം പറയാത്തിന്റെ അസുഖാണ്. ഓള് പാവല്ലേ വിചാരിച്ചു. ശരിനാ ഇജ്ജ് കളിക്കിയ വെള്ളത്തിന് മധുരം കൂടുതലാണ് നാനും കുറ്റം പറഞ്ഞു. കുടിച്ചില്ലേ? ഓള് തൊള്ളിലേക്ക് വാർന്നിട്ട് കേട്ടോ. ഇമ്മ രണ്ടാമത്തെ ക്ലാസ് ഷുഗർ കട്ട് കുറിച്ച് നോക്ക. രണ്ടാമത്തെ ക്ലാസ് ആണ്. ഷുഗർ കട്ടേനാണ്. അങ്ങനൊന്നുമില്ല. അപ്പൊ പിന്നെ എനിക്കെന്താ അസുഖം? എടാ ഷുഗറേ അനിയോ ഷുഗർ കുറച്ചോൾക്ക് ഒറ്റയ്ക്ക് ഷുഗർ അതിനിടെ കൊറേ തുള്ളികളെ ആയിക്കോ പറഞ്ഞോർത്താ. ചെറിയപ്പോലെ ക്ലാസ്സാണ്. ക്യാമറ കട്ട് ചെയ്യട വാങ്ങിക്കോ. പാണിക്ക് കുടിച്ചോ അവനെ അതാ ഇതെന്തിനേ ഇത് നോക്കണേ. വാണിക്ക് കുടിച്ചൂടെ? മധുരം കുടിച്ചാത്ത ആളാണ്. മൂന്നാമത്തെ ക്ലാസ് ആണ്. ക്യാമറ ഓഫ് ആക്കി അവൻ കുടിച്ചതാണ്.
വളരെ ആവശ്യത്തിനുണ്ട്. ആവശ്യത്തിനോ അനാവശ്യത്തിനില്ല ഇരിക്കോ ആർക്കോ പ്രായമില്ലാത്തവരാണ് മധുരം കട്ട് ചെയ്യുന്നത്. ഓന് ഷുഗർ കട്ടായിട്ടാണ് തോന്നുന്നത്. ഓക്ക് മൂത്ത കളിപ്പിച്ചാണ് ചുണ്ടു പറയല്ലേ ഓൻ പറഞ്ഞു കഴിഞ്ഞാലേ ആ സൗണ്ടിൽ വരൂലേ. എല്ലാരും പഠിപ്പിച്ചു. അത് എങ്ങനെ അറിയോ ഇപ്പൊ എങ്ങനെ ഓൻ പറയും ഓ ആയിന്ന് പറഞ്ഞു അമ്മമ്മ ഓൾക്ക് ചുണ്ട് കളിപ്പിച്ചാലും മോന്തക്ക് സാധനം തേക്കാനാണെന്നുണ്ടെങ്കിൽ മോന്ത കളിപ്പിച്ചാണെന്നുണ്ടെങ്കിൽ എന്നോട് പറയണ്ട നീ ചോദിക്കോ. ദേഷ്യത്തില്ല നല്ല ദേഷ്യമാണല്ലേ. എന്റെ മോത്ത് കൊയ്ക്കും ഓക്ക് ചുണ്ട് കളിപ്പിച്ചാലും മൂന്ന് കളിപ്പിച്ച ഓക്ക് ചുണ്ട് കളിപ്പിച്ചാലും എന്താ പിന്നെ ഇവിടെ പഠിപ്പിച്ചോട്ടെ നമുക്ക് വേറെ പണി. പാക്കെന്താ പണി? അത് കേട്ടുത്തിരിക്കല്ലേ. അപ്പൊ ഒന്ന് 2 തുണി ഇത് ഒരു മുണ്ട ബഗണിന് തലമ കെട്ടി നടക്കാണ്. ഇനി കട്ടില തൊപ്പിണ്ടോ പോയൊക്കെ ഉണ്ട് പേടി. ഇവിടെ അമ്മായി ഇമ്മയും പെരും ഭർത്താന. അമ്മായി ഉണ്ടല്ലോ. ഇതെന്തിനാ അമ്മായി പച്ചക്കറി? കോഴിക്ക് ഒരു കമന്റിലുണ്ട് ആടിനൊടുക്കാനാണ് ഈ പുല്ല് കൊണ്ടോണെന്ന്. കോഴിക്കാണ് പച്ചോനെ ഈ പച്ചക്കറി. കോഴിക്കളൊക്കെ തിന്നുന്നേ ഇതൊക്കെ കൊത്തി കേടെന്നാട്ടോ. ഇനി നമ്മള് ചെറുപ്പത്തിലേ ശീലിപ്പിച്ചോണ്ട് അങ്ങനെ തിന്നും. എല്ലാ കോഴിക്കളും തിന്നൂല, ചില കോഴിക്കളും തിന്നും. ഇവിടെ ഇങ്ങനെ നടന്ന് പൂട്ടുന്നല്ലേ. പൂട്ടുന്നവർക്ക് ഒരു ആണെങ്കിൽ തിന്നും, കൂട്ടിൽ നിൽക്കുന്നവരൊക്കെ തിന്നും. വേവിച്ചു കൊടുക്കൂലേ? അങ്ങനെയുണ്ട് കൂട്ടില് വളർത്തണേ. അമ്മായി പിന്നെ കായ്ച്ചാത്ത ചക്ക എങ്ങനെ ഉണ്ടാകാന്ന് പറഞ്ഞു. അമ്മായിന്റെ കജ്ജിലൊരു ടിപ്പ് ഉണ്ട്. അങ്ങനെ ഉണ്ട്. എന്നാ തെങ്ങിന്റെ കാര്യം പറഞ്ഞേ. കായ്ച്ചാത്തിയും മൂക്കാത്തിയും തെങ്ങുണ്ടെങ്കിൽ തെങ്ങും പ്ലാവൊക്കെ ഉണ്ടെങ്കിൽ അമ്മായിന്റെ കയ്യിലൊരു ടിപ്പ് ഉണ്ട്. ഒന്ന് പറഞ്ഞു കൊടുത്താണ് എല്ലാവർക്കും അറിയിക്കാരം. ഒലക്കേട്ട് അതിന്റെ മുഖത്തിന് പോയി 4 കൊത്തു കൊടുക്കുക. അപ്പോൾ കായ്ച്ചുല്ലേ? പിറ്റത്തെ കൊല്ലം കഴിച്ചു. അതന്നെ സംഭവം. തമാശയില്ലട്ടെ, കാര്യമാണല്ലോ. മാക്കറിയത് പയമക്കാര് പറയുന്നതാണ് സംഭവം. ശരിയൊക്കെ കായ്ച്ചിക്കണ അങ്ങനെ നമ്മളെ അവിടുത്തെ ആണോ? ചെറിയ തെങ്ങല്ലേ രണ്ടാമത്തെ അവിടെ ഒലക്കുണ്ടല്ലേ? ഇവിടെ ഒലക്കല്ല. നമ്മളെ പ്ലാവിന് കുത്തൊടുത്താലോ? നമ്മളെ പ്ലാവ് കായ്ച്ചിട്ടൊന്നല്ല, കുത്ത് കൊടുക്കേണ്ടി വരും മിക്കവാറും. പിന്നെന്തൊക്കെ നല്ല വർത്താനം. അവിടെ വീഡിയോ എടുക്കലല്ലേ? അവിടെ വീഡിയോ എടുക്കും. അമ്മാനെ ഇടിപ്പിച്ചാണ്. ഇന്ന് കഴിയണ ലക്ഷണമൊന്നുമില്ല. നിങ്ങൾക്ക് ഇനി വൈകുന്നേരത്ത് പോകാം. എന്താ അറിയില്ല, ഉണ്ടെന്ന് പറഞ്ഞേ. നമ്മളെ റോളാകുമ്പോ ചെന്നാ മതി. ഇപ്പളെ അമ്മായിക്ക് താങ്ങാൻ വെച്ചായിട്ടാണ് ഇവിടെ വന്ന് കുത്തിരിക്കണേ. കാലിന്റെ ഉപ്പുറ്റി വേനയാണ്. ഈ ഉപ്പൂറ്റി വേദനക്ക് എന്തേലും ഒരു മരുന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേരി. ഉപ്പുറ്റി വേനക്ക് നീച്ച് നടക്കാൻ വെച്ച മടമ്പ് അങ്ങനെ രാവിലെ വൈകുന്നേരം നോക്ക്. കൂടുതൽ നേരം നിക്കരുത്, കൊറേ നടക്കരുത് എന്നൊക്കെ പറയുന്നേക്കാം. റെസ്റ്റ് വേണം. നമ്മൾ വന്നാ പിന്നെ റെസ്റ്റ് കടക്കുമ്പോഴേ ചവിട്ടണ അതിലടി ഒരു വേദന സഹിച്ചാൻ പറ്റാത്ത. ഞാൻ മിഞ്ഞാന്നു ഇച്ചി വേദന സഹിച്ചാൻ പറ്റ. ചിലപ്പോ ഞാൻ മരിച്ചാനായിട്ടുണ്ടാവും. അതാണ് ഇങ്ങനെ വേദന എന്നറിയാൻ. അപ്പൊ മോണ്ടമ്മള് അനു പറയും, ആ ഇനിയിപ്പൊ അവൻ കൂടി മതി ഞാൻ ആലോചിച്ച് കുത്തിരിക്കാന്. അതിനൊക്കെ മരുന്നുണ്ടാവും. മരുന്നുണ്ട്. ഇച്ചുണ്ട് മടമ്പ് വേദനക്ക് ആദ്യമുണ്ട്. നിങ്ങള് തൈറോയ്ഡ് ചെക്ക് ചെയ്യോണ്ടി പറഞ്ഞാൽ നമ്മളൊക്കെ തൈറോയ്ഡ് രോഗികളാണ്. വേദന മേലും കജ്ജ് വേദന, ക്ഷീണം, ഉറക്ക്. അതല്ല എപ്പോഴും ഒരു മയക്കേക്കാരം. മയങ്ങാ നേരം മാറ്റണ്ടി. ഒന്ന് കഴിഞ്ഞ് ഒന്ന് കുമ്പത്തിന്
ഒഴിവില്ല. തൈറോയ്ഡ് ഉണ്ടെങ്കിൽ മയങ്ങി പോകും. ഇല്ല അങ്ങനെ ഇന്ന് അങ്ങനെ ഉറങ്ങു പോകുന്നില്ല. ഞാൻ ഉറങ്ങണമെങ്കിൽ എന്താ ഇവിടെ ആർക്കും മോട്ടനെ നേരത്തെ കുട്ടി എടുത്തപ്പോ മൂത്രം ഒഴിച്ചിനി കേട്ടോ. സന്ന ഇവിടെ ഒരു കോമഡി ഉണ്ട്, ഇവിടെ വാ. എന്താ പുണ്യമൂത്രം പുണ്യാഹം അല്ല, ഈ തെങ്ങിനും പ്ലാവിനൊക്കെ കായ്ച്ചൂലെങ്കില് ഒലക്കൊണ്ട് മൂട്ടില് പോയി 2 കുത്ത് കുത്തിയാ മതിയല്ലോ കായ്ച്ചുന്ന്. പെണ്ണാത്തോലെ എവിടെ കുത്തുണ്ടേ? പെണ്ണുങ്ങളെ കിട്ടാനില്ല ഗൈസ്. അതെ, ഞങ്ങളുടെ ഈ വീഡിയോ കാണുമ്പോ രണ്ടാമത് ഒരേ ഫ്രെയിം ആക്കാൻ എന്താന്ന് വെച്ചാല് ഓലൊരു പർപ്പിളിന്റെ വീഡിയോ എടുക്കണേ, നമുക്കൊരു മേക്കപ്പ് ബ്യൂട്ടി പാർലറിന്റെ ഇതും കിട്ടിയിരിക്കണം. അപ്പൊ രണ്ടാമതൊരു കണ്ടന്റ് ആക്കാറ് ഞാൻ ആറ്റ് തോറ്റൊരു കണ്ടന്റ് ആയിട്ട് വന്നില്ല. അതിന് മുന്നേ എന്നോട് പറഞ്ഞേ ഷപ്ന ഇജ് കണ്ടുപിടിച്ചൊരു കണ്ടന്റ് എന്ന് പറഞ്ഞാ നമുക്ക് എങ്ങനെ ഉണ്ട് നോക്കാനാണ് പറഞ്ഞപ്പോ ഓക്കെ ഞങ്ങൾക്ക് കിട്ടിയാന്ന് ആ കണ്ടന്റ് ഓല് അനു പറഞ്ഞു നോക്കട്ടെ ഡ്രസ് അതല്ല ഓരോരുത്തോടെ നമ്മളിപ്പോ തന്നെയാണ് ഓൾക്ക് പർപ്പിള് നമ്മള് ബ്യൂട്ടി പാർലർ അങ്ങനെയാണ്. അപ്പൊ ഇനി ഓല കണ്ടന്റ് ഞങ്ങൾ എടുത്തു. നമ്മളത് ഉമ്മമ്മയാണ് നടിയുന്നത്. ഉമ്മമായതുകൊണ്ട് ഉമ്മമ്മ വേണം അതിന്. കൊയങ്ങിരുന്നോളി കുറച്ചേരം. മുന്നേ കയറി കണ്ടിട്ട് തട്ടിയെടുത്ത് മുന്നെ കഴിച്ചതാ. കണ്ടു പഠിച്ചോ ചെറിയ ഓനൊക്കെ സൂപ്പർ അഭിനേതാവാണ്. ഇങ്ങനെ പോയാ മതി, ബാക്കി വേറെ ബാക്കി വേറെ ഞാൻ പറയണത് നിങ്ങളൊന്നും ഞാൻ തെറിച്ചു പോരേ. തെറിച്ചല്ല ഇവിടെ ഒന്നും ഇങ്ങനെ പോയാൽ തെറിച്ച് പോലെ സാധാ പോലെ തെറിച്ചിങ്ങനെ നിങ്ങൾ വന്നിട്ട് ഇവിടെ ഇരിക്കണ തോട്ടാണ്. കേട്ടോ, അല്ലെങ്കിൽ അഭിനയിക്കാൻ ഒറിജിനാലിറ്റി ആയിക്കോട്ടെ. അങ്ങനെ വേദന എടുക്കൂലേ? ഞാൻ ഒന്നും കാട്ടണ്ടല്ലോ, ഓടും ഇങ്ങനെ കാട്ടണം. ആദ്യത്തൊക്കെ കഴിഞ്ഞ എല്ലാരും പുറത്തു കൂടിയാണ് കേട്ടോ. വണ്ടിയിലേ ഇനി കൊള്ളക്കാട് വണ്ടിയില് ഓയ് ഓള് വെളുക്കാൻ വെളുത്ത് പാറാൻ പോക. എന്താ തിരിയണല്ലേ വോയിസ് കൊടുത്താൽ അവിടെ നോക്കുക. ഫോൺ ഇവിടെ ഓണാക്കി മുഖം നോക്കാനേ ദീപോ നോക്കണ്ടേ ആയോ എവിടെയൊക്കെ കുത്തിട്ടൂട്. ഇത് ഫസ്റ്റത്തെ ലെയർ, സെക്കൻഡ് പിന്നെ അതാണ് പറഞ്ഞോണ്ടിട്ടോ. ആ നായ അതിനപ്പുറത്ത് ചെയ്യിപ്പിച്ചിട്ടോ പിന്നെ സാമഗ്രികൾ. അമ്മായി പച്ചക്കറിയൊക്കെ വണ്ടിയിൽ വെക്കൽ തുടങ്ങി. പോകാനൊന്നും ആയിട്ടില്ല, അമ്മായി വണ്ടി വിടും പറഞ്ഞിട്ട് വെക്കാണ്. ഇവിടെ ഒരുത്തനാക്കള് തുണിക്കണ്ടൊക്കെ കൊടുങ്ങാണ്ട് തുറക്കണ ടയർ, പുതിയ ടയർ ഇട്ടോണ്ട് ഇക്കാരം 2 ദിവസം ഉണ്ടാവും തോത്തലൊക്കെ. എന്നും തോത്തുവോ? വണ്ടി കിട്ടിയപ്പോ വണ്ടിന്റെ അടുത്തുനിന്ന് പോവില്ല മോണ്ടാജി. മേക്കപ്പ് ഇടാണ്, അപ്പൊ എല്ലാരും സപ്പോർട്ട് ചെയ്യാം. ഈ മേക്കപ്പ് ഇതാണ് മേക്കപ്പ്. കാനഡന്റെ ഹൈപ്പർമാറ്റിക് ഫൗണ്ടേഷനും ഫേസസ് കാനഡന്റെ കംഫി വാവ് ലിക്വിഡ് ലിപ്സ്റ്റിക്കും ആണ്. ഇത് ചോക്കോ കൗച്ചറാണ് ഷെയ്ഡ് ചെയ്ത്. ഞാൻ തന്നെ സംഭവമൊക്കെ സെറ്റാണ്. ലിപ്സ്റ്റിക് ഒക്കെ അല്ലേ സൂപ്പറാണ്.
തുറന്നാ മതി ഞാൻ പറയുമ്പോ ഒരാൾ അവിടെ ഇരിക്കുക ഇവലിവിടെ വീഡിയോ എടുക്കുക ഒരുത്തൻ വണ്ടി തുടക്കുക ഇത് കുറച്ച് ടേക്സ് വരുന്നു. ഒന്നൊന്നും ഒരു മാച്ചും ഇല്ലല്ലോ. ഞാൻ ബൾത്തപ്പോ ആർക്കും വേണ്ടി വീഡിയോ കാണിച്ചെടുക്കണേ? ഓർക്കും വേണ്ടി വീഡിയോ അല്ലത് ഒക്കെ ആക്കണ 250 ഇതിൽ നടക്കണേ. ലെഫ്റ്റ് സൈഡും കൂടി എടുക്കും. എന്തൊക്കെ കഷ്ടപ്പാടാലേ. ഇപ്പുറത്തെ സോറി. ഇതില് പോകാൻ ഇറങ്ങിക്കണ്. മമ്മീറ്റും പോവാനായി നിക്ക. അമ്മായി അനു പോയില്ലേ? ഒക്കെ കഴിഞ്ഞു ഞാൻ റൗണ്ട് പോയത് മോട്ട കാറും കൊണ്ട് കളിച്ചിക്ക. ഇത് അത് മാങ്ങി വെച്ചാ അപ്പൊ നാസാക്കും. എവിടെ വലിയ കാറ്? കാറിൽ ഉടനെയാണോ? ഓന്റെ നൈസറിൽ വേഗോടെ സോറി. അപ്പൊ എന്താ പോയി ചാടി വരിക? ഫാനൊക്കെ മടക്കിച്ചു പോയി ഇപ്പടെ പോയിട്ടോ അപ്പാ ക്രീമൊക്കെ തെളിച്ചിട്ട് വെള്ളബൂത്തിന്റെ അതിലുണ്ട്. മോട്ടനാണ് നമ്മളെ എഡിറ്ററും വീഡിയോ എഡിറ്റ് ചെയ്യുന്നു. എന്താ പറയുന്നത്? എന്താ പറയുന്നത്? അവിടെ നിക്കാൻ വരാനോ? അന്നെ കൊല്ലാനാണ്. വ്ളോഗ് എടുക്കാണ്. സത്യം എന്താ വെച്ചോക്ക്? വല്ല സോപ്പ് ഇട്ടു. എനിക്ക് മദ്രസ ഉണ്ട്. മദ്രസ ഉണ്ട് നാളെ. ഇതുട്ടിയെ പോയി കുളിച്ചാ.